നമസ്കാരം. വീണ്ടും മണിപ്പേച്ച് മലയാളം യൂട്യൂബ് ചാനൽ വഴി നിങ്ങളൊക്കെ കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷം. ഇന്ന് സ്വർണത്തിന്റെ വില 13,860 ആണ്. പക്ഷേ ഇന്നലെ ഈവനിങ് 13,990 ആണ്. കാര്യം എന്തെന്ന് വെച്ചാൽ വൈകുന്നേരം കൂടുന്നു, രാവിലെ ഇറങ്ങുന്നു. ഇത് എന്തെന്ന് വെച്ചാൽ നൈറ്റ് ആയ ഉടനെ സീസ് ഫയർ എന്ന് പറയുന്നു, രാവിലെ ആയ ഗുണ്ടിടും എന്ന് പറയുന്നു. ഏറ്റവും ഇവർ പറയേണ്ടതൊപ്പം പോകുന്നു. മാർക്കറ്റ് എന്താവും എന്നാൽ രാവിലെ ഒരു റേറ്റ്, ഈവനിങ് ഒരു റേറ്റ്. അതുപോലെ ഇന്നും ഒരു 200 പോയിന്റ് ഡൗണിലാണിരുന്നു. സീസ് ഫെയർ വരുമെന്ന് സംസാരിക്കാൻ പെടുന്നു. ഇന്നലെ വന്നു എന്ന് പറഞ്ഞായിരുന്നു. അതുപോലെ മാർക്കറ്റിനെയും തൂക്കിയായിരുന്നു. അതുപോലെ ഇനിയും തിരികെ സീസ് ഫെയർ വരും എന്ന ഒരു റൂമർ ഇരിക്കുന്ന കാരണം മാർക്കറ്റ് വന്നിട്ട് -50 വരയ്ക്കും വന്ന് എത്തിയിരിക്കുന്നു ഞാൻ സംസാരിക്കുമ്പോൾ. പക്ഷേ ബാങ്ക് നിഫ്റ്റി ഇന്നും ഒരു 500 പോയിന്റിന്റെ താഴെ തന്നെ ഇരിക്കുന്നു. രാവിലെ 585 പോയിന്റാണ് ഇരുന്നത്. വെള്ളി വന്നിട്ട് 255 എന്ന് പറയുന്നു. ഇന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ട, ഫ്യൂച്ചേഴ്സ് മാർക്കറ്റിൽ 243 ആണ്. റുപ്പി രാവിലെ 93 ക്രോസ് ചെയ്തു. 192, 93 ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നു. 209 ഇരിക്കുന്നത്. ഒക്കെ നോക്കുമ്പോൾ മാർക്കറ്റ് ഇതുപോലെ മുകളിലും താഴെയും മൈലൻഡായിട്ട് പോകും എന്നതിൽ ഏതൊരു മാറ്റവുമില്ല, നിങ്ങൾക്കും അറിയാം. ഈ സംഖ്യ മാർക്കറ്റ് കയറും. പീസ് ഇല്ല, നോ പീസ് എന്ന് പറയുവാണെങ്കിൽ മാർക്കറ്റ് വീഴും. നമ്മൾ എന്ത് ചെയ്യണമെന്നാൽ ഇതുപോലത്തെ വീഴുന്ന സമയം 1-2 എന്ന് കൺസിഡർ ചെയ്യണം. ഇന്ന് വന്നിട്ട് ആഫ്റ്റർ ഇൻഡെക്സ് 1.4% ഡൗൺ ആണ്. IT 0.6 അപ്പ്, ഫാർമ -0.4, FMCG -0.7, മെറ്റൽ 0.6, നാറ്റ്കോ 4.2% അപ്പ്, HCL, വിപ്രോ, തങ്കമയിൽ 2% മേൾ അപ്പാണ്. സൺഫാർമ 1% അപ്പ്, ഹീറോ, മണപ്പുറം -1.7, -1.6 ആണ്. ടൈറ്റൻ -1.4, റെഡി -1.3, M&M -1.1. ട്രംപ് എന്ത് പറഞ്ഞിരിക്കുന്നതെന്നാൽ ഇനി ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ഞങ്ങൾ ഒരേ ദിവസത്തിൽ ഇറാനിനെ തീർത്ത് കെട്ടും. ഇത് കാരണം ഈ ഡെഡ് ലൈനിലൊന്നും ഇനി എക്സ്റ്റൻഷൻ ഇല്ല എന്ന് പറഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ട്രംപ് എന്ത് പറയുന്നതെന്നാൽ, ഞാൻ ഇറാനെ അടിച്ചത് ഓയിലിനെ കൺട്രോൾ ചെയ്യാനാണ്. ഇത് കാരണം ഞാൻ ആദ്യം ബിസിനസ്മാനാണ്, പിന്നെയാണ് പ്രസിഡന്റ് എന്ന് പറഞ്ഞിരിക്കുന്നു. അതിനുശേഷം ഇറാന്റെ ഓയിലൊക്കെ അവർ പിടിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു. അതിനുശേഷം അലേഖൊക്കെ യൂസ്ലെസ് ആണ് എന്ന് ചണ്ട പിടിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ അവസാനം എന്ത് അറിയാൻ വന്നിരിക്കുന്നു എന്നാൽ ഓയിലിനെ പിടിക്കുന്നതാണ് ഇവരെ ജോലി എന്ന് ക്ലിയർ കട്ടാ പറഞ്ഞിരിക്കുന്നു. ഇറാൻ എന്ത് പറയുന്നതെന്ന് വെച്ചാൽ സീസ് ഫെയർ ഒക്കെ റിജക്റ്റ്, പെർമനന്റ് എൻഡ് ടു വാർ. ഇനി നിങ്ങൾ ചണ്ട വെക്കത്തില്ല എന്ന് ഞങ്ങൾക്ക് കൺഫേം ചെയ്യണം പറയുന്നു അവർ. ഇപ്പോൾ ട്രംപ് പറഞ്ഞ ഡെഡ് ലൈൻ വന്നിട്ട് നാളെ രാവിലെ 5:30 മണിക്ക് തീരുന്നു. ട്വിറ്റർ കാണുവാണെങ്കിൽ ഇറാനിലിരിക്കുന്ന മറ്റ് സ്ഥലത്തിലുള്ള എംബസീസിനും ഈ അമേരിക്കൻ ഗവൺമെന്റിനും വളരെ പ്രശ്നം പോയിക്കൊണ്ടിരിക്കുന്നു. പ്രശ്നം തുറന്നുവിടാൻ പറയുമ്പോൾ അതിന്റെ കീ എവിടെ ഇരിക്കുന്നത് എനിക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞു ഒരു എംബസി. അതിന് ഉത്തരമായിട്ട് ഇന്നൊരു എംബസി ഫ്ലവർ പോട്ടിന്റെ അടിയിൽ വച്ചിരിക്കും, നോക്കിക്കോ എന്ന് പറയുന്നു. മൊത്തത്തിൽ ഇറാൻ റെഡി ആയിട്ട് തന്നെ ഇരിക്കുന്നു. യുദ്ധം നാളെ നടക്കുമോ നടക്കൂല എന്നത് ട്രംപ് തന്നെ തീരുമാനിക്കണം. ഇറാൻ എന്ത് ചെയ്തിരിക്കുന്നു എന്നാൽ 2 ഖത്തർ LNG ടാങ്കിന് നിർത്തിയിരിക്കുന്നു. 2 കപ്പൽ മാത്രം തന്നെ സ്ട്രൈറ്റ് ഓഫ് ഹോർമുസിൽ ഇരിക്കുന്നു, LPG എടുത്തുകൊണ്ട് വരാൻ വേണ്ടി. ഇത്രയും ദിവസം LPG ഷോർട്ടേജ് ഇല്ല എന്ന് പറഞ്ഞ ഗവൺമെന്റ് അവർ ഇലക്ട്രിക് സ്റ്റവ് യൂസ് ചെയ്തോ, അങ്ങ് യൂസ് ചെയ്യുവാണെങ്കിൽ ഇന്ത്യൻ ഗവൺമെന്റിനും നല്ലത്, ഈ ലോകത്തിനും നല്ലത് എന്ന് പറഞ്ഞിരിക്കുന്നു. LPGയിൽ ക്രൈസിസ് ഇരിക്കുന്ന പോലെയാണ് തോന്നുന്നു. ഇതെന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാർ അവരുടെ സ്വന്തം സ്ഥലത്തിലിരുന്ന് ഓടിപ്പോയിരിക്കുന്നു. ഇപ്പോൾ ലേബർ ഇല്ല. ഇപ്പോൾ ശമ്പളം ഒരു 15% എക്സ്ട്രാ കൊടുക്കുവാണെങ്കിൽ തന്നെ ലോക്കലിൽ ഇരിക്കുന്ന ആൾക്കാരൊക്കെ ജോലി ചെയ്യാൻ വരും. ബീഹാർ UP കാരൊക്കെ അവർ ഓടിപ്പോയി. നടക്കുമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ശമ്പളം 7-ാം തീയതി വന്ന ഉടനെ ഓടിപ്പോകും എന്ന് ഞാൻ പറഞ്ഞു. അതിലിരുന്ന് 7ന്റെ അകത്ത് ശമ്പളം വാങ്ങിയ എല്ലാം ഓടിയായിരുന്നു. NSE വന്നിട്ട് ഇപ്പോൾ ക്രൂഡ് ഫ്യൂച്ചേഴ്സ് ചെയ്ത് ഡിസ്കവറി ചെയ്യാൻ ഞങ്ങൾ ജോലി ചെയ്യും എന്ന് പറഞ്ഞിരിക്കുന്നു. ഇവിടെ ഇരുന്ന് എല്ലാ ജ്വല്ലറി സ്റ്റോക്കും ഭയങ്കരമായിട്ട് കയറിയിരിക്കുന്നു. എന്തെന്ന് വെച്ചാൽ സിൽവറിൻ്റെ ഇമ്പോർട്ടഡ് ബേസ് പ്രൈസിനെ കുറച്ചിരിക്കുന്നു. ഇതാണ് കാരണം. ഇപ്പോൾ ഓവറോളായിട്ട് ഡ്യൂട്ടി കുറയും. സെൻട്രൽ ബാങ്ക് എന്ത് പറയുന്നു എന്നാൽ ലണ്ട ഇവരെടുത്തു നിന്ന് വാങ്ങി മറ്റേ ബാങ്ക്സും പറയും ഗോൾഡ് ഞങ്ങൾ വാങ്ങിയോണ്ടേയിരിക്കും. അതും പ്രഷർ ഞങ്ങൾക്ക് ഒരു ബൈങ് ഓപ്പർച്യൂണിറ്റിയാണ് ഇത് പറഞ്ഞ് പോളിഷ് സെൻട്രൽ ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്നു. എന്നാൽ ഈ ഗോൾഡ് ഇമ്പോർട്ട് മാർക്കറ്റിൽ വന്ന് ചില ഫ്യൂ പ്ലെയേഴ്സ് മാത്രം ഡോമിനേറ്റ് ചെയ്യുന്നു. കാരണം പ്രൈസ് ഉഹേക്കാണ് ഇരിക്കുന്നത്. കുറച്ച് ആൾക്കാരൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. ജുവലറി സ്റ്റോക്സിൻ്റെ ഗെയിനൊക്കെ കയറിയിരിക്കുന്നു. കല്യാണ സീസൺ വന്നിരിക്കുന്നു. ഇപ്പോൾ അത് കാശും കുറച്ച് ലോവർ ആയിരുന്നു. ടൈറ്റൻ ഇപ്പോൾ എന്ത് ചെയ്യുന്നു എന്നാൽ എം സ്റ്റോൺ ജുവലറി പുഷ് ചെയ്യുന്നു.
ജെംസ്റ്റോൺ എന്ന് പറയുന്നത് മഡഗാസ്കർ, ആഫ്രിക്ക പോലുള്ള സ്ഥലങ്ങളിൽ നിന്ന് വരുന്നതാണ്. അത് വളരെ ചീപ്പായിരിക്കുന്നു എന്ന് പറഞ്ഞ് അതിനകത്തെടുക്കുന്നു. ഇതിൽ വന്നിട്ട് മാർജിൻ കൂടുതലാണ്. കട്ടഡ് ജുവലറി ആയിട്ട് ചെയ്യുവാണെങ്കിൽ അതിന്റെ ചെയ്കൂലിയും കൂടുതലാണ്. പൽസ്റ്റി കള്ളകളിലും ഇരിക്കും. ഇത് കാരണം അവർ അതിലിപ്പോൾ ഇറങ്ങിയിരിക്കുന്നു. ബാങ്ക് ഓഫ് അമേരിക്ക എന്ത് പറയുന്നു എന്നാൽ 50 ഏർണിങ്സ് ഗ്രോത്ത് ഡബിൾ ഡിജിറ്റ് ആയിട്ട് ഇരിക്കൂല, 3% ആകും. അപ്രേഷൻ ഇന്ത്യക്ക് വരേണ്ട ചാൻസ് ഒരുപാടുണ്ട്. കാരണം നിഫ്റ്റിയുടെ വാല്യുവേഷൻ കുറയ്ക്കണം എന്നാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. AP മോർഗന്റെ CEO എന്ത് പറയുന്നു എന്നാൽ ഇൻഫ്ലേഷൻ അവർ ഉരുവാക്കി വിടും. എക്സ്പ്ലേഷനൊക്കെ കുറച്ച് ദിവസം കഴിഞ്ഞ് തന്നെ വരും. കാരണം ഇപ്പോൾ നിങ്ങൾ റേറ്റ് കട്ടിനെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റൂല. ബാങ്ക് വന്നിട്ട് ബോണ്ടിന്റെ മേലിരിക്കുന്ന ലോസസിന് കൂട്ടും, അതായത് സ്പൈക്ക് ആവും. എന്ന് വെച്ചാൽ ഈൽഡ് വന്നിട്ട് 7.15 ആയിരിക്കുന്നു. ഈൽഡ് 7.15 ആവുകയാണെങ്കിൽ എക്സിസ്റ്റിംഗ് ബോണ്ടിന്റെ വാല്യൂ കുറയും, മാർക്കറ്റിൽ ലോസസ് ഇരിക്കും. ഈ ക്വാർട്ടറിലും അടുത്ത് വരുന്ന ക്വാർട്ടറിലും അഫക്റ്റ് ആകും. ഒക്കെ എക്സ്ട്രാ ഓഫർ ഫോർ സെയിൽ ഷെയർ ഇട്ട് തൂക്കും. ഇപ്പോൾ മാർക്കറ്റിൽ ഒരട്ടാലിറ്റി ഇരിക്കുന്ന കാരണം IPO ഇട്ട് ഇവർക്ക് ഇപ്പോൾ കാശ് എടുക്കാൻ പറ്റുന്നില്ല, അല്ല തന്നെ QIP ഇടാൻ പറ്റുന്നില്ല. എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് റൈറ്റ്സ് ഇഷ്യൂ ചെയ്യാമെന്ന് തീരുമാനിച്ചിരിക്കുന്നു. ₹1 വാങ്ങേണ്ടിരുന്ന റൈറ്റ്സ് ഇഷ്യൂ ഇപ്പോൾ ₹3 വാങ്ങുന്നു. 3 മടങ്ങ് കയറിയിരിക്കുന്നു. ഒരു മൈനർ പ്രസ്റ്റിലിരുന്ന് ശ്രീനിവാസൻ ചെന്നതിൽ ഒരു കോൺസ്പിറസി ഇരിക്കുന്നു എന്ന് ഏനു പറയുന്നു. വിജയ് സിംഗ് ഇന്നും റിസൈൻ ചെയ്തില്ല. ടാറ്റ സ്റ്റീലിൽ നിന്ന് 1755 കോടി രൂപയ്ക്ക് എക്സ്ട്രാ ആയിട്ട് കാര്യം എടുത്തിരിക്കുന്നു എന്ന് ഇതിനിടാൻ ഗവൺമെന്റ് നോട്ടീസ് വിട്ടിരിക്കുന്നു. എന്ത് പറയുന്നു എന്നാൽ സൂര്യ കാരണം അവർ റവന്യൂ 20% കയറി. കാരണം സ്റ്റോക്കിന്റെ വില 9% ആയിരിക്കുന്നു. ഓട്ടോ സെയിൽസ് ടോട്ടലായിട്ട് മോട്ടോർ സൈക്കിൾ, സ്കൂട്ടർ, കാർ എല്ലാം ചേർത്ത് 90 crores അടുത്ത് വിറ്റിരിക്കുന്നു. ഓൾറെഡി ഒരു 3 കോടിയുടെ അടുത്ത് വിറ്റു. ഒരു വലിയ ഒരു റെക്കോർഡിന് അവർ കൊണ്ടുവന്നിരിക്കുന്നു. എന്നിട്ട് $3.4 million ഡെപ്റ്റിന് റിലീഫ് കിട്ടിയിരിക്കുന്നു. ഇന്നും കുറച്ച് സമയം കൊടുക്കുന്നു. കാരണം എന്തെന്ന് വെച്ചാൽ കൊലാട്രൽ പ്രഷർ കൂടിയിരിക്കുന്നു. എന്ന് വെച്ചാൽ ടാറ്റ സ്റ്റോക്സ് ഒക്കെ നല്ല വിളുന്നിരിക്കുന്നു. കാരണം ലെവറേജ് പൊസിഷൻ ഇന്നും മോശമായിരിക്കുന്നു. സ്മാർട്ട് ഫോണിന്റെ വില ഒക്കെ ഭയങ്കരമായിട്ട് കയറിയിരിക്കുന്നു. അതായത് 40% കയറിയിട്ടുള്ളത്. എന്ന് വെച്ചാൽ മെമ്മറി ആൻഡ് ചിപ്പ് ഷോർട്ടേജസ് ഇരിക്കുന്നു. പക്ഷേ ആപ്പിളിന്റെ ഫോണിനെ ഡിസ്കൗണ്ടിൽ ഇന്ന് അമേസോൺ ഇന്ത്യയിൽ വിൽക്കുന്നു. IT ആൾക്കാരെ ചോദിക്കുന്നത് നിയർലി 10% കുറഞ്ഞിരിക്കുന്നു. കാരണം AI ഒരുപാട് സ്ഥലങ്ങളിൽ എടുത്തിട്ടുണ്ട്. എയർ ഇന്ത്യയുടെ CEO റിസൈൻ ചെയ്തിരിക്കുന്നു. എന്തെന്ന് വെച്ചാൽ ലാസസ് ഒരുപാടായിരിക്കുന്നു. കുറേഷ്യസിന് ശരിയായിട്ട് അവരവിടെ ഹാൻഡിൽ ചെയ്യാൻ പറ്റിയില്ല. ഇപ്പോൾ അവർ റിസൈൻ ചെയ്യാൻ വച്ചിരിക്കുന്നു. റോയിന് ഇപ്പോൾ $1 million ഒരു ഡീൽ കിട്ടിയിട്ടുണ്ട്. AI ട്രാൻസ്ഫോം ചെയ്യാൻ അവർക്ക് യൂസ് ആവും. IT സെക്ടറിൽ ഈ ക്വാർട്ടർ ഡിമാൻഡ് വന്നിട്ട് വീക്കായിരിക്കും. എന്തെന്ന് വെച്ചാൽ ഡിമാൻഡ് വിസിബിലിറ്റി കുറഞ്ഞിരിക്കുന്നു. ഓവറോളായിട്ട് മാർക്കറ്റിൻ്റെ മുകളിൽ പ്രഷർ കൂടുതലായിട്ടിരിക്കും. പിന്നെ അവരെ സ്റ്റോക്കിൻ്റെ വിലയും കയറും. സീഗേറ്റിൻ്റെ സ്റ്റോക്ക് ഷോർട്ടേജ് കാരണം ബൂമായിരിക്കുന്നു. റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് വന്ന് ഇൻഫോസിസിനെയും HDFC ബാങ്കിനെയും വാങ്ങുന്നു. ക്യാപ് സ്റ്റോക്സിൽ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് ഒരുപാട് വാങ്ങുന്നു. അത് ഒരു സങ്കടത്തിന് കൊടുക്കും. എൻസിൻ്റെ ക്യാമ്പക്കോലായ പെപ്സിയും ക്രെഡിബിളായിട്ട് ചാലഞ്ച് ചെയ്തിരിക്കുന്നു. പ്രൈസിന് എടുത്തിട്ട് വന്നിരിക്കുന്നു. അള നോക്കുമ്പോൾ മാർക്കറ്റ് വളരെ വീക്കാണ്. അതിൻ്റെ പ്രൈസും ഇപ്പോൾ വീക്കായിരിക്കും. ഗോൾഡിനെ സ്ലോ ആയിട്ട് അക്യുമുലേറ്റ് ചെയ്യേണ്ട ഒരു ചാൻസാണ്. മിക്കവാണെങ്കിൽ സ്വർണത്തിൻ്റെ വില കൂടാൻ തുടങ്ങും. നമസ്കാരം. എന്തെങ്കിലും നിങ്ങൾക്ക് സംശയമുണ്ട്, എന്നെ കോൺടാക്ട് ചെയ്യണമെന്ന് നിങ്ങൾ വിചാരിക്കുവാണെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന മെയിൽ ഐഡിക്ക് നിങ്ങൾ മെയിൽ അയക്കാം. ഞങ്ങളുടെ ടീം നിങ്ങളൊപ്പം കോൺടാക്ട് ചെയ്യും. താങ്ക് യു.